നമസ്കാരം. ലോകത്തെവിടെ യുദ്ധമോ കലാപമോ പ്രക്ഷോഭമോ ഉണ്ടായാലും അതിന്റെ ഏറ്റവും ക്രൂരമായ ആഘാതം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് രണ്ട് വിഭാഗങ്ങൾക്കാണ്. ഒന്ന് സ്ത്രീകളും, രണ്ട് കുട്ടികളും. ബംഗ്ലാദേശിലെ സ്ഥിതിയും മറ്റൊന്നല്ല. ഒരു ജനത വിപ്ലവത്തിലൂടെ മാറ്റം ആഗ്രഹിക്കുമ്പോൾ ആ മാറ്റത്തിന്റെ ഇടനാഴികളിൽ ഏറ്റവും കൂടുതൽ നിശബ്ദമാക്കപ്പെടുന്നത് സ്ത്രീകളുടെ നിലവിളികളും കുട്ടികളുടെ വിലാപങ്ങളുമാണ്. ശാരീരികമായ അതിക്രമങ്ങൾക്കും ലൈംഗിക പീഡനങ്ങൾക്കും പുറമെ ഭാവിയെക്കുറിച്ചുള്ള കടുത്ത ആശങ്കകളും ഈ രണ്ട് വിഭാഗങ്ങളെയും തളർത്തുന്നു. വീടുകളിൽ പോലും സുരക്ഷയില്ലാത്ത അവസ്ഥയും പഠനമുറിയിൽ നിന്ന് അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കുട്ടിക്കാലവും ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ആഴം വ്യക്തമാക്കുന്നതാണ്. ബംഗ്ലാദേശിൽ ഹിന്ദു പെൺകുട്ടികൾക്ക് നേരെ അരങ്ങേറുന്നത് സമാനതകളില്ലാത്ത ക്രൂരതയാണ്. സമീപകാലത്തുണ്ടായ രാഷ്ട്രീയ അട്ടിമറികൾക്ക് പിന്നാലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ ആഗോളതലത്തിൽ വലിയ ആശങ്ക ഉയർത്തുന്നതാണ്. പ്രത്യേകിച്ച് നൂറുകണക്കിന് ഹിന്ദു പെൺകുട്ടികളെ കാണാതാവുകയും അവർ ക്രൂരമായ പീഡനങ്ങൾക്കും നിർബന്ധിത മതപരിവർത്തനത്തിനും ഇരയാകുന്നതായി വരുന്ന റിപ്പോർട്ടുകളും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇടക്കാല സർക്കാർ അധികാരമേറ്റതിന് പിന്നാലെ ജയിലുകളിൽ നിന്ന് കൊടുംകുറ്റവാളികളും തീവ്രവാദികളും മോചിക്കപ്പെട്ടത് രാജ്യത്തെ ക്രമസമാധാന നില പൂർണ്ണമായും തകർത്തിരിക്കുന്നു. മനുഷ്യാവകാശ സംഘടനകൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ടെങ്കിലും ഭരണകൂടം പുലർത്തുന്ന മൗനം സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുകയാണ്. ഭീതിയുടെ നിഴലിൽ കഴിയുന്ന ലക്ഷക്കണക്കിന് ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ ഇന്ന് വലിയൊരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ബംഗ്ലാദേശിൽ ഒന്നും രണ്ടും പെൺകുട്ടികളല്ല കാണാതായത്, 342 ഹിന്ദു പെൺകുട്ടികളാണ്. ഇതേക്കുറിച്ച് ബംഗ്ലാദേശ് സർക്കാർ മൗനം പാലിക്കുകയാണെന്ന് മനുഷ്യാവകാശ സംഘടനകളും ന്യൂനപക്ഷ സംരക്ഷണ സംഘടനകളും വിളിച്ചു പറയുന്നു. കാണാതായവരിൽ പലരും കൗമാരപ്രായക്കാരായ പെൺകുട്ടികളാണ്. ഇതിനു മുൻപ് ഒരു ഹിന്ദു ഗ്രാമത്തിൽ നിന്ന് 45 പെൺകുട്ടികളെ ബലം പ്രയോഗിച്ച് പിടിച്ചുകൊണ്ടുപോയിരുന്നു. 13നും 18നും ഇടയിൽ പ്രായമുള്ള ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം ബംഗ്ലാദേശിൽ പതിവാവുകയാണ്. ഈ പെൺകുട്ടികളെ ഒന്നുകിൽ വയസ്സായവർക്ക് വിൽക്കും, അല്ലെങ്കിൽ ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യും. എതിർക്കുന്നവരാകട്ടെ ക്രൂരമായ ബലാത്സംഗ പീഡനത്തിന് ഇരയാകും. 2024 ഓഗസ്റ്റിലെ രാഷ്ട്രീയ മാറ്റത്തിന് ശേഷം ബംഗ്ലാദേശിൽ സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ അതിക്രമങ്ങൾ വൻതോതിൽ വർദ്ധിക്കുകയാണ്. ആകെ 1.8 കോടി ഹിന്ദുക്കൾ ബംഗ്ലാദേശിൽ ഉണ്ടെങ്കിലും അവർ രാജ്യത്ത് ചിതറിക്കിടക്കുകയാണ്. ഇവർക്കെതിരെ ജമാഅത്തെ ഇസ്ലാമിയുടെയും ഇൻക്ലാബ് മഞ്ചിന്റെയും പ്രവർത്തകർ ശക്തമായ ആക്രമണങ്ങളാണ് നടത്തുന്നത്. ചിലരുടെ വീടുകൾ കത്തിക്കുന്നു, 4-5 ഹിന്ദു യുവാക്കളെ അടിച്ചുകൊന്ന് കത്തിച്ചു. എന്തായാലും കുറേശ്ശെയായി അവാമി ലീഗ് പ്രവർത്തകർ തെരുവിൽ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ അസ്ഥിരതയുടെ മറവിൽ ഹിന്ദു വീടുകളും വ്യാപാര സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് നടക്കുന്ന ആക്രമണങ്ങളിൽ സ്ത്രീകൾ വലിയ രീതിയിലുള്ള ശാരീരിക പീഡനങ്ങൾക്കും ഭീഷണികൾക്കും ഇരയാകുന്നുണ്ട്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയരാക്കുകയും തുടർന്ന് നിയമപരമായ പഴുതുകൾ ഉപയോഗിച്ച് അവരുടെ കസ്റ്റഡി തട്ടിയെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കേസുകൾ വർദ്ധിക്കുന്നു. തീവ്രവാദ ഗ്രൂപ്പുകളുടെ സ്വാധീനം വർദ്ധിച്ചതോടെ പൊതുസ്ഥലങ്ങളിൽ സ്ത്രീകൾക്ക് വസ്ത്രധാരണത്തിന്റെ പേരിൽ പോലും മറ്റു കടുത്ത നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരുന്നു. രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ പറയുന്ന സ്ത്രീകൾക്കെതിരെയും വനിതാ മാധ്യമ പ്രവർത്തകർക്കെതിരെയും സൈബർ ഇടങ്ങളിൽ വലിയ രീതിയിലുള്ള അപകീർത്തിപ്പെടുത്തുന്ന ഭീഷണികളും നിലവിലുണ്ട്. ഇത് സ്ത്രീകളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ഉൾപ്പെടെ ബാധിക്കുന്നതാണ്. അതിക്രമങ്ങൾക്ക് ഇരയാകുന്ന ഹിന്ദു സ്ത്രീകൾക്ക് പരാതി നൽകാൻ പോലും ഭയമാണ്. പലപ്പോഴും പോലീസ് FIR രേഖപ്പെടുത്താൻ വൈകിപ്പിക്കുന്നുവെന്ന് റിപ്പോർട്ടുകളുണ്ട്. അക്രമത്തിന് ഇരയായ സ്ത്രീകളുടെ ദൃശ്യങ്ങൾ പകർത്തി സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുന്ന സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു. അതിക്രമങ്ങൾ നേരിടുന്ന കുടുംബങ്ങളെ പോലീസിൽ പരാതി നൽകുന്നതിൽ നിന്ന് തടയാൻ പ്രാദേശിക ഭരണകൂടങ്ങളിലെ ചില വ്യക്തികളും മതമൗലികവാദ ഗ്രൂപ്പുകളും ചേർന്ന് സമ്മർദ്ദം ചെലുത്തുന്നു. ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസ് പ്രത്യേക ഉത്തരവിലൂടെ നിരവധി ജയിലുകൾ തുറന്നുവിട്ടതായും പറയുന്നു. 2009-ൽ 57 പട്ടാളക്കാരെ വധിച്ച 300ഓളം തീവ്രവാദികളാണ് മോചിപ്പിക്കപ്പെട്ടവരിൽ ഒരു കൂട്ടർ. ഇങ്ങനെ മോചിപ്പിക്കപ്പെട്ടവരിൽ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവരും ജീവപര്യന്തക്കാരും ഉൾപ്പെടെയുണ്ട്. മുഹമ്മദ് യൂനസുമായി അടുപ്പം പുലർത്തുന്ന സംഘടനയുടെ നേതാക്കളാണ് ഈ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചത്. ബംഗ്ലാദേശിൽ അതിക്രമങ്ങളും ആക്രമണങ്ങളും എല്ലാം വർദ്ധിക്കുകയാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും എതിരെയുള്ള. ലോകത്ത് എവിടെ യുദ്ധമോ കലാപമോ ഒക്കെ ഉണ്ടായാലും ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം തന്നെയാണ് സ്ത്രീകളും കുട്ടികളും. അത് ബംഗ്ലാദേശിലെന്നല്ല, ലോകത്തെല്ലായിടത്തും ഒരുപോലെയാണ്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിനിടയിലും സ്ത്രീകൾക്കിടയിൽ നേരിടുന്ന അതിക്രമങ്ങളും പീഡനങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. ഗാസയിലെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. ബംഗ്ലാദേശിൽ പെൺകുട്ടികൾ നിരന്തരം വേട്ടയാടപ്പെടുകയാണ്. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.